വെൽക്കം ബാക്ക് ടു കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോണത് കുറച്ച് ടോപ്പ് MCQs ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എപ്പോഴും നമുക്കൊരു 10 മാർക്കിന് അല്ലെങ്കിൽ 10 തന്നിട്ട് ഒരു 8 MCQs എഴുതാൻ വേണ്ടിയിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് കാണാം. MCQസിന് മാത്രമായിട്ട് നമ്മൾ അങ്ങനെ പ്രത്യേകം ടൈം ഒന്നും അങ്ങനെ ചെലവാക്കലില്ല. നമ്മൾ എല്ലാ കാര്യങ്ങളും ടോപ്പിക്കും പഠിക്കുമ്പോൾ MCQ വരുമ്പോൾ നമ്മൾ പഠിച്ച ഏതെങ്കിലും കാര്യങ്ങൾ ആ MCQയിൽ ഉണ്ടെങ്കിൽ നമ്മൾ റാൻഡം ആയിട്ട് അങ്ങോട്ട് ടിക്ക് ചെയ്ത് പോവലായിരിക്കും അല്ലേ. അപ്പൊ ഇനി നമുക്ക് എന്താക്കാം, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള MCQs ഏതൊക്കെയാണ്, MCQ എങ്ങനെയൊക്കെ ആയിരിക്കും ചോദിക്കുക എന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഓപ്പറേഷൻ ഫ്ലഡ് റിലേറ്റ്സ് ടു. ഇത് നമുക്ക് ഒരുപാട് MCQസിൽ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന ഒരു കൈൻഡ് ഓഫ് MCQ ആണ്. ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? മിൽക്ക് പ്രൊഡക്ഷൻ ആണോ, വീറ്റ് പ്രൊഡക്ഷൻ ആണോ, ഹോർട്ടിക്കൾച്ചർ ആണോ, ഫിഷ് പ്രൊഡക്ഷൻ ആണോ? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? യെസ്, മിൽക്ക് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഓപ്പറേഷൻ ഫ്ലഡ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പ്രൈമറി ഡാറ്റ. നമുക്ക് 4 കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ പ്രൈമറി ഡാറ്റ ഏതാന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ ഫസ്റ്റ് ഹാൻഡ് ആയിട്ട് യൂസ് ചെയ്യുന്നത്, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൈമറി ഡാറ്റ കളക്ഷൻ എന്ന് പറയുന്നത് അല്ലേ. സോ ഇവിടെ നമുക്ക് ഓപ്ഷൻസിൽ ബുക്ക് തന്നിട്ടുണ്ട്, ജേർണൽ തന്നിട്ടുണ്ട്, ന്യൂസ് പേപ്പർ തന്നിട്ടുണ്ട്, സെൻസസ് റിപ്പോർട്ട് തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്? ഇപ്പൊ ബുക്ക് ആണെന്നുണ്ടെങ്കിൽ ഓൾറെഡി എന്താക്കിയിട്ടുണ്ടാവും, അവരുടെ ഡാറ്റ കളക്ട് ചെയ്തിട്ട് അതിനെയാണ് അവർ എന്നിട്ട് ആവശ്യമില്ലാത്തതൊക്കെ ഒഴിവാക്കിയിട്ടായിരിക്കും ഒരു ബുക്കാക്കി മാറ്റിയിട്ടുണ്ടാവുക. ജേർണൽ പിന്നെ നമുക്ക് തന്നിട്ടുള്ളത് ജേർണൽ ആണ്. സോ ജേർണലും അവർ ഓൾറെഡി ഡാറ്റ കളക്ട് ചെയ്തിട്ടായിരിക്കും അതിനൊരു ജേർണൽ ആക്കി മാറ്റിയിട്ടുണ്ടാവുക. സോ അതും എന്താണ്, ഓൾറെഡി കളക്ട് ചെയ്താണ്. പിന്നെ ന്യൂസ് പേപ്പർ ആണെന്നുണ്ടെങ്കിലും, ന്യൂസ് പേപ്പറിൽ നമ്മൾ ഡാറ്റ എടുക്കുകയാണെന്നുണ്ടെങ്കിലും എന്താണ്, അത് ഓൾറെഡി കളക്റ്റഡ് ആയിരിക്കും. ഓക്കെ, സെൻസസ് റിപ്പോർട്ടാണ് പിന്നെ നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് സെൻസസ് റിപ്പോർട്ടാണ്. കാരണം നമ്മൾ സെൻസസ് എടുക്കാന്ന് പറയുമ്പോൾ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഓരോ ആളുകളുടെ അടുത്തേക്കും പോയിട്ടായിരിക്കും എടുക്കുന്നുണ്ടാവുക. സോ അതാണ് പ്രൈമറി ഡാറ്റന്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ കോസ് ഓഫ് ഓസോൺ ഡിപ്ലഷൻ? ഓസോൺ ഡിപ്ലഷന് കാരണമാകുന്നത് എന്താണ്? വാട്ടർ പൊല്യൂഷൻ ആണോ, ലാൻഡ് ഡിഗ്രേഡേഷൻ ആണോ, സൗണ്ട് പൊല്യൂഷൻ ആണോ, ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണോ? നമ്മൾ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്ന ഒരു കാര്യമാണല്ലോ ഓസോൺ ഡിപ്ലഷൻ. ഏതാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? യെസ്, ഓപ്ഷൻ ഡി, ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ് ഓസോൺ ഡിപ്ലഷന് കാരണമാകുന്നത്. ഓക്കെ, നമ്മൾ എൻവയോൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിലൊക്കെ പഠിക്കുന്നതാണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ പോവർട്ടി ഇറാഡിക്കേഷൻ വിങ് ഓഫ് ദി ഗവൺമെന്റ് ഓഫ് കേരള ഈസ്. ഗവൺമെന്റ് ഓഫ് കേരളന്റെ പോവർട്ടി ഇറാഡിക്കേഷൻ വിങ് ഏതാണ് എന്നുള്ളതാണ്. ലിറ്ററസി മിഷൻ, കുടുംബശ്രീ മിഷൻ, സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. ഏതാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്? ഓക്കെ, യെസ്, കുടുംബശ്രീ മിഷൻ ആണ് നമ്മുടെ ഗവൺമെന്റ് ഓഫ് കേരളന്റെ പോവർട്ടി ഇറാഡിക്കേഷൻ വിങ് എന്ന് പറയുന്നത്. ആരും മറന്നു പോകരുത്, കുടുംബശ്രീ മിഷൻ ആണ്. ഓക്കെ, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അല്ലേ. അതായത് കുറച്ച് ആളുകൾ കൂടിയിട്ട് അവരൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു സേവിങ്സ് ഹാബിറ്റ് ക്രിയേറ്റ് ചെയ്യാണ്. എന്നിട്ട് അവിടെ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് കുടുംബശ്രീ ആണ് അല്ലേ. ഓക്കെ, സോ നമ്മുടെ പോവർട്ടി ഇറാഡിക്കേഷൻ വിങ് എന്ന് പറയുന്നത് ഗവൺമെന്റ് ഓഫ് കേരളന്റെ പോവർട്ടി ഇറാഡിക്കേഷൻ വിങ് കുടുംബശ്രീ മിഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഡയഗ്രാം ഗിവ്സ് ദി വാല്യൂ ഓഫ് മോഡ്? മോഡിന്റെ വാല്യൂ തരുന്നത് ഏത് ഡയഗ്രാം ആണ്? പൈ ഡയഗ്രാം ആണോ, ഹിസ്റ്റോഗ്രാം ആണോ, ബാർ ഡയഗ്രാം ആണോ, ഒജീവ് ആണോ? ഒജീവ് നമുക്ക് എന്തിന്റെ വാല്യൂ ആണ് തരുന്നത്? മീഡിയന്റെ വാല്യൂ തരുന്നത് ഒജീവ് ആണ്. ലെസ് ദാൻ ഒജീവും മോർ ദാൻ ഒജീവും വരച്ചിട്ട് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന പോയിന്റിൽ നിന്നും നേരെ താഴേക്ക് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് മീഡിയൻ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇവിടെ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് എന്താണ്? മീഡിയൻ അല്ല, മോഡാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? യെസ്, ഹിസ്റ്റോഗ്രാം ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പം ഹിസ്റ്റോഗ്രാം ആണ് നമുക്ക് എന്ത് തരുന്നത്? നമുക്ക് മോഡിന്റെ വാല്യൂ തരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കാർവേ കമ്മിറ്റി റിലേറ്റ്സ് ടു. കാർവേ കമ്മിറ്റി എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? ലാർജ് സ്കെയിൽ ഇൻഡസ്ട്രി ആണോ, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രി ആണോ, അഗ്രികൾച്ചർ ആണോ, നൺ ഓഫ് ദിസ് ആണോ? കാർവേ കമ്മിറ്റി നമ്മൾ എന്തുമായി റിലേറ്റ് ചെയ്തിട്ടാണ് പഠിച്ചിട്ടുള്ളത്? യെസ്, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് കാർവേ കമ്മിറ്റി എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. സെല്ലിംഗ് ഓഫ് പാർട്ട് ഓഫ് ദി ഇക്വിറ്റി ഓഫ് പബ്ലിക് സെക്ടർ എന്റർപ്രൈസ് ടു ദി പബ്ലിക് ഈസ് നോൺ ആസ്. അതായത് പബ്ലിക് സെക്ടർ എന്റർപ്രൈസിന്റെ ഒരു ചെറിയ പാർട്ട് പബ്ലിക്കിന് നമ്മൾ സെയിൽ ചെയ്യുന്നതിന് എന്താണ് പറയുന്നത്? ഗ്ലോബലൈസേഷൻ ആണോ, ഔട്ട്സോഴ്സിംഗ് ആണോ, ലിബറലൈസേഷൻ ആണോ, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണോ? അതായത് നമ്മൾ ഒരു പബ്ലിക് സെക്ടറിനെ ഒരു പ്രൈവറ്റ് സെക്ടർ ആക്കി മാറ്റുന്നതിന് നമ്മൾ പ്രൈവറ്റൈസേഷൻ എന്നാണല്ലേ പറയുന്നത്. പക്ഷെ ഇവിടെ എന്താണ്, ഒരു പാർട്ട്, അതായത് പബ്ലിക് സെക്ടർ ആണ്, അതിന്റെ ഒരു ചെറിയ പാർട്ട് മാത്രം നമ്മൾ പബ്ലിക്കിന് കൊടുക്കുകയാണ്. അത് ഏതാണ്? ഔട്ട്സോഴ്സിംഗും അല്ല, ഗ്ലോബലൈസേഷനും അല്ല അല്ലെ. ഔട്ട്സോഴ്സിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർവീസ് നമ്മൾ മറ്റു കൺട്രിക്ക് കൊടുക്കുന്നതിനെയാണ്
നമ്മൾ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത് അല്ലേ. സോ അത് രണ്ടും അല്ല, ഗ്ലോബലൈസേഷന്റെ ഭാഗമായിട്ടുള്ളതാണ് ഔട്ട്സോഴ്സിംഗ്. പിന്നെ ലിബറലൈസേഷനും ഡിസ്ഇൻവെസ്റ്റ്മെന്റും ആണ് വരുന്നത്. ഏതാണ് ഇത് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? യെസ്, ഡിസ്ഇൻവെസ്റ്റ്മെന്റ് ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, സോ നമ്മൾ ഒരു പബ്ലിക് സെക്ടറിന്റെ ചെറിയൊരു പാർട്ട് നമ്മൾ പബ്ലിക്കിന് കൊടുക്കുന്നതിന് എന്താണ് പറയുന്നത്? നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ടു അനലൈസിംഗ് ദി എംപ്ലോയ്മെന്റ് സിറ്റുവേഷൻ ഇൻ ദി കൺട്രി? നമ്മുടെ കൺട്രീന്റെ എംപ്ലോയ്മെന്റ് സിറ്റുവേഷൻ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതാണ്? ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ് ആണോ, വർക്കർ പോപ്പുലേഷൻ റേഷ്യോ ആണോ, ഹെഡ് കൗണ്ട് റേഷ്യോ ആണോ, ലിറ്ററസി റേറ്റ് ആണോ? നമ്മുടെ എംപ്ലോയ്മെന്റിന്റെ സിറ്റുവേഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ആക്കുന്നത് ഏതാണ്? വർക്കർ പോപ്പുലേഷൻ റേഷ്യോ ആണ് അല്ലേ. നമ്മൾ പഠിക്കുന്നുണ്ട് എംപ്ലോയ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ അല്ലേ, എങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ. സോ എംപ്ലോയ്മെന്റിന്റെ സിറ്റുവേഷൻ അറിയാൻ വേണ്ടി നമ്മൾ യൂസ് ആക്കുന്നത് വർക്കർ പോപ്പുലേഷൻ റേഷ്യോ ആണ്, എത്രത്തോളം ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെന്റ് എക്സിസ്റ്റ് ഇൻ ഇന്ത്യൻ അഗ്രികൾച്ചർ? ഇന്ത്യൻ അഗ്രികൾച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്ന അൺഎംപ്ലോയ്മെന്റ് ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് ആണോ, ഡിസ്ക്യൂസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ആണോ, സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് ആണോ, നൺ ഓഫ് ദിസ് ആണോ? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ എന്താണ്, വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വില്ലിങ് ആയിരിക്കും, പക്ഷെ അവർക്ക് എന്തില്ല, അവർക്ക് നല്ലൊരു ജോലി കണ്ടുപിടിക്കാൻ കഴിയില്ല. അതിനാണ് നമ്മൾ ഓപ്പൺ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. നെക്സ്റ്റ് വൺ ആണ് എന്ത്? ഡിസ്ക്യൂസ്ഡ് അൺഎംപ്ലോയ്മെന്റ്. എന്താണ് ഡിസ്ക്യൂസ്ഡ് അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അൺഎംപ്ലോയ്മെന്റ് ഉണ്ടാവാനുള്ള കാരണം ഒരുപാട് ആളുകൾ ആ ഒരു ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ആവശ്യത്തിലധികം ആളുകൾ എന്താക്കുന്നുണ്ട്, ആ ഒരു ജോലി ചെയ്യുന്നുണ്ട്. സോ സം വർക്കേഴ്സ് ഡു നോട്ട് ആക്ച്വലി കോൺട്രിബ്യൂട്ട് ടു ദി പ്രൊഡക്ഷന് വേണ്ടിയിട്ട് അവർക്ക് നല്ല രീതിയിൽ കോൺട്രിബ്യൂഷൻ നടത്താൻ വേണ്ടിയിട്ട് പറ്റൂല. പിന്നെ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർക്കേഴ്സിന്റെ സ്കില്ലും അതുപോലെ തന്നെ ജോബിന്റെ അവൈലബിലിറ്റിയും തമ്മിലുള്ള ഒരു മിസ്മാച്ചിനെയാണ് നമ്മൾ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെന്റ് എന്ന് പറയുന്നത്. ഇവിടെ അഗ്രികൾച്ചറലുമായിട്ട് ബന്ധപ്പെട്ടുള്ളത് ഏതാണ്? ഡിസ്ക്യൂസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ആണ്. ഏതാണ്? ഡിസ്ക്യൂസ്ഡ് അൺഎംപ്ലോയ്മെന്റ് ആണ്. നെക്സ്റ്റ് നോക്കാം. വാട്ട് ഈസ് ദി അനദർ നെയിം ഓഫ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്? കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ മറ്റൊരു പേരെന്താണ്? കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് ആണോ, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണോ, റീറ്റെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണോ, കൺസ്യൂമർ പ്രൊഡക്ഷൻ ഇൻഡെക്സ് ആണോ? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളത്? കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻഡെക്സ് ആണ് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിന്റെ മറ്റൊരു പേരെന്ന് പറയുന്നത്. ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹു എസ്റ്റിമേറ്റഡ് പോവർട്ടി ലൈൻ ഓൺ ദി ബേസിസ് ഓഫ് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് ഇൻ ഇന്ത്യ? പോവർട്ടി ലൈനിനെ ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞ ആ ഒരു ടേം വെച്ച് പറഞ്ഞത് ആരാണ്? VKRV റാവു ആണോ, ദാദാബായ് നവറോജി ആണോ, അമർത്യ സെൻ ആണോ, സുരേഷ് ടെണ്ടുൽക്കർ ആണോ? ദാദാബായ് നവറോജി ആണ് ജയിൽ കോസ്റ്റ് ഓഫ് ലിവിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോവർട്ടി ലൈനിനെ ആ ഒരു ബേസിസിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, മറന്നു പോവരുത്, ദാദാബായ് നവറോജി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഫൈൻഡ് ഓഡ് വൺ ഔട്ട്. CSO, NSSO, ICMR, RGI. ഇതിൽ ഓഡ് വൺ ആയിട്ടുള്ളത് ഏതാന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഏതാണ് ഇതിൽ ഓഡ് വൺ ആയിട്ടുള്ളത്? ICMR ആണ് ഓഡ് വൺ ആയിട്ടുള്ളത്. ബാക്കിയൊക്കെ നമുക്ക് എന്താണ് ബാക്കിയെല്ലാം? നമ്മുടെ ഇന്ത്യയിലുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് ബാക്കിയെല്ലാം ഉള്ളത്. ഓക്കെ, സോ ICMR എന്തല്ല, ഒരു ഇന്ത്യയിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ അല്ല. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മിഡിൽ മോസ്റ്റ് വാല്യൂ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, നമ്മുടെ ഒരു ഡിസ്ട്രിബ്യൂഷന്റെ മിഡിൽ മോസ്റ്റ് വാല്യൂനെ നമ്മൾ എന്താണ് പറയുന്നത്? അരിത്തമെറ്റിക് മീൻ ആണോ, മീഡിയൻ ആണോ, മോഡ് ആണോ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണോ? മോഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉള്ളതാണ് അല്ലേ, ഏറ്റവും കൂടുതൽ വരുന്നതാണ്. പക്ഷെ അപ്പൊ ഏതാണ് ഒരു മിഡിൽ മോസ്റ്റ് ആയിട്ട് നമ്മൾ പറയുന്നത്? യെസ്, മീഡിയൻ ആണ് നമ്മുടെ ഡിസ്ട്രിബ്യൂഷന്റെ മിഡിൽ മോസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, സോ മീഡിയൻ ആണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മിഡിൽ മോസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ഫോർ മെഷറിംഗ് ചേഞ്ചസ് ഇൻ ദി മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് വേരിയബിൾസ്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് വേരിയബിൾസിന്റെ ചേഞ്ചസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ആക്കുന്ന ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇൻഡെക്സ് നമ്പർ ആണോ, റേഞ്ച് ആണോ, മീൻ ഡീവിയേഷൻ ആണോ, ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണോ? ഏതാണ്? റേഞ്ച് അല്ലാന്ന് നമുക്കറിയാം അല്ലേ. ഓക്കെ, റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ ചെയ്താലാണ് നമുക്ക് റേഞ്ച് കിട്ടുന്നത്. സോ റേഞ്ച് അല്ലാന്ന് നമുക്ക് മനസ്സിലായി. പിന്നെ മീൻ ഡീവിയേഷൻ ആണോ, ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണോ, ഇൻഡെക്സ് നമ്പർ ആണോ? ആ ഒരു ചേഞ്ച് എത്രയാണെന്ന് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ആക്കുന്നത് ഏതാണ്? ഇൻഡെക്സ് നമ്പർ ആണ്. ഓക്കെ, സോ ഇൻഡെക്സ് നമ്പർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ ഡിവൈസ് ആണ് നമ്മുടെ ഒരു ഗ്രൂപ്പ് ഓഫ് റിലേറ്റഡ് വേരിയബിൾസിന്റെ ആ ഒരു ചേഞ്ചും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ആക്കുന്നത്. ഓക്കെ, അപ്പൊ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ടുള്ളത്.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ദ മെജോറിറ്റി ഓഫ് ഇന്ത്യൻ വർക്കേഴ്സ് ബിലോങ്സ് ടു. ഇന്ത്യയിലുള്ള മെജോറിറ്റി വർക്കേഴ്സും എന്ത് വർക്കിലാണ് ഉള്ളത്? കാഷ്വൽ വേജ് വർക്കേഴ്സ് ആണോ, സെൽഫ് എംപ്ലോയിഡ് ആണോ, ഗവൺമെന്റ് സാലറീഡ് ആണോ, അല്ലെങ്കിൽ സെമി ഗവൺമെന്റ് സാലറീഡ് ആണോ? ഏതാണ്? ഇന്ത്യയിലുള്ള മെജോറിറ്റി ആളുകളും സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളാണ്. ഓക്കെ, അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇന്ത്യയിലുള്ള മെജോറിറ്റി വർക്കേഴ്സും സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള വർക്കേഴ്സ് ആണ്. സോ നമ്മളൊരു 15 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻസ് എന്തായാലും നിങ്ങൾക്ക് ചോദിക്കാണ്ടിരിക്കില്ല. ഈ ഒരു രീതിയിലാണ് നമുക്ക് MCQs ചോദിക്കുക. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ട് ഇങ്ങനെയൊക്കെ ആയിരിക്കും നിങ്ങളോട് ചോദിക്കുക ചില ടോപ്പിക്സിൽ നിന്നും. അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. MCQസിന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം അതിനെ നമ്മൾ നെവർ മൈൻഡ് ആയിട്ട് കാണരുത്. നമുക്ക് 8 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഭാഗമാണ് MCQs എന്ന് പറയുന്നത്. ഓക്കെ, സോ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക. എക്സാം ഒക്കെ നല്ല അടിപൊളിയായിട്ട് എഴുതുക. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്.